കൊല്ലത്ത് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ KSU പ്രതിഷേധം നടത്തുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയല്ല, സ്ഥലം MLA കോവൂർ കുഞ്ഞുമോനെതിരെയാണ് പ്രതിഷേധം ഇപ്പോൾ KSU പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ പോലീസ് പിടിച്ചുമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലിജോ റോൺസ് കൊണ്ട് വിവരങ്ങൾ നൽകാൻ. ലിജോ, ഈ സംഭവത്തിൽ വലിയ പ്രതിഷേധമാണല്ലോ ഉയരുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകർ MLA തടഞ്ഞിട്ടുണ്ടോ? MLA സ്ഥലത്തുണ്ടായിരുന്നോ? നൗഫലെ, ഇപ്പോൾ KSUവിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമായിരുന്നു. അതായത് കോവൂർ കുഞ്ഞുമോൻ MLAയുടെ നേതൃത്വത്തിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു കാര്യങ്ങൾ, അതായത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയും സംഭവിച്ചിട്ടില്ല, എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാനാകൂ. ഇപ്പോൾ യാതൊരു സുരക്ഷാ വീഴ്ചയും ഇല്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നുള്ള കാര്യമാണ് ഈ MLA പറഞ്ഞത്. ഇത് കേട്ടുകൊണ്ട് KSU പ്രവർത്തകർ ഉൾപ്പെടെ, അതായത് KSU ജില്ലാ അധ്യക്ഷൻ അൻവർ സുൽഫിഖാന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. ഇതോടുകൂടെയാണ് പ്രകോപിതരാവുകയും കാര്യം മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും മറ്റുമൊക്കെ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം പറയാതെ അത്തരത്തിൽ പോയപ്പോഴാണ് പ്രതിഷേധമുണ്ടായത്. അവരുടെ കയ്യിൽ കരിങ്കൊടി ഉൾപ്പെടെയുള്ളവ ഉണ്ടായിരുന്നു. അത്തരത്തിൽ MLA ഗോ ബാക്ക് എന്നുള്ള മുദ്രാവാക്യം വിളികളോടുകൂടെ പ്രതിഷേധിച്ചപ്പോൾ കൂടുതൽ പോലീസ് എത്തുകയും വളരെ പോലീസ് പോലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രതിഷേധമായിരുന്നത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു സജ്ജീകരണം ഒരുക്കാതിരുന്നത്. അവിടേക്ക് പോലീസ് എത്തുകയും പ്രവർത്തകരെ, കാസർഗോഡ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രവർത്തകരെ അവിടെ നിന്ന് ആ സമയത്ത് മാറ്റുകയും ചെയ്തു. അതായത് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് വാഹനങ്ങളിൽ ഏകദേശം 10-ലധികം വരുന്ന പ്രവർത്തകരെ ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പോലീസ് ജീപ്പിലേക്ക് മാറ്റിയത്. നിലവിൽ അതായത് അകത്തുണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ ഒഴികെയുള്ള മറ്റെല്ലാവരെയും ഇതിനകത്ത് നിന്ന് പുറത്താക്കിയതിനു ശേഷം കൊല്ലത്ത് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ചതിലുള്ള പ്രതിഷേധ സൂചകമായി KSU ആണ് ഇപ്പോൾ MLAക്കെതിരെ പ്രതിഷേധം നടത്തിയത്. വിവരങ്ങളാണ് ലിജോ റോൺസ് നൽകിയത്.